നോക്ക്, ഇന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഉണ്ടാക്കാം. അതേന്നേ, ഞാനും നിന്നോടത് പറയാനിരിക്കായിരുന്നു. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. എന്നൊരു കാര്യം ചെയ്താലോ? ഹൽവ ഉണ്ടാക്കാം. അത് വേണ്ട, പൂരി ഉരുളക്കിഴങ്ങ് അറിയാലോ. പൂരിയൊന്നും വേണ്ട, ഹൽവ തന്നെ ഉണ്ടാക്കാം. 2 ദിവസം മുമ്പല്ലേ ഹൽവ കഴിച്ചത്. പൂരി ഉരുളക്കിഴങ്ങ് അറിയും മതി. പൂരി ഉരുളക്കിഴങ്ങും ഹൽവയും എന്ന് പറഞ്ഞ് രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങി. പല്ലവി ഹൽവ ഉണ്ടാക്കാൻ റെഡിയല്ലായിരുന്നു. മാനസിക്ക് പൂരി ഉരുളക്കിഴങ്ങും പറ്റില്ലാന്ന്. ഈ ഒരു കാര്യം കാരണം രണ്ടുപേരും തമ്മിൽ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് നിൽപ്പായി. പിന്നീട് കുറച്ചു കഴിഞ്ഞ്, അത് വിട്, ദേഷ്യമൊന്നും വേണ്ട. നമുക്ക് ആദ്യം ഹൽവ ഉണ്ടാക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, പൂരി ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ഉണ്ടാക്കണം. അത് കൊള്ളാം, നമുക്കുണ്ടാക്കാം. പല്ലവിയും മാനസിയും ഇരട്ട സഹോദരികളായിരുന്നു. രണ്ടുപേരെയും കാണാൻ ഒരേപോലെ. രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കാം. പക്ഷെ രണ്ടുപേർക്കും അവരില്ലാതെ ജീവിക്കാനും പറ്റില്ല. രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കായാൽ കുറച്ചുനേരം മിണ്ടാതെയൊക്കെ ഇരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ച് രണ്ടുപേരും മിണ്ടുകയും ചെയ്യും. അന്നത്തെ ദിവസം പല്ലവിയും മാനസിയും ഇതുതന്നെ ചെയ്തേ. അടുക്കളയിൽ ഹൽവയുണ്ടാക്കി, പൂരി ഉരുളക്കിഴങ്ങും ഉണ്ടാക്കി. 2 സഹോദരികൾക്കും ആഹാരം ഉണ്ടാക്കാൻ ഇഷ്ടമായിരുന്നു. രണ്ടുപേരും ഉണ്ടാക്കുന്നത് നല്ല രുചിയുള്ള ഭക്ഷണമായിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അപ്പോഴാണ്, അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. പറ. അത് പിന്നെ, അതെ, ഒരു ചെറുക്കനുണ്ട്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാ. ആഹാ, കൊള്ളാലോ. അല്ല, അവന്റെ പേരെന്താ? പേരറിഞ്ഞൂടാ. ഇതുവരെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇടയ്ക്ക് കാണും. അവനാണെങ്കി ഒന്നും പറയില്ല. എനിക്ക് പിന്നെ അറിയാലോ, എനിക്ക് പേടിയാ. ശരി, അവൻ എവിടെയാ താമസിക്കുന്നത്? അത് പിന്നെ മാർക്കറ്റിൽ പോകുമ്പോഴാണ് ഞാൻ അവനെ കാണുന്നത്. എന്നും നീ എന്തായി പറയണേ? എനിക്ക് നിന്നെ ഒരാളെ പരിചയപ്പെടുത്തണമായിരുന്നു. എനിക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്. അതിതില് രസം, ഞങ്ങളും ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. നിന്നെപ്പോലെ നോക്കിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ആഹാ, അപ്പൊ അയാൾ എവിടെ താമസിക്കുന്നത്? അവിടെ തന്നെ, മാർക്കറ്റില്. അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയാലോ? നമുക്ക് രണ്ടുപേരെ ഇന്ന് തന്നെ കാണാം, ബാ. രണ്ടുപേരും മാർക്കറ്റിലെത്തി. പക്ഷെ 2 ഇരട്ടകളെ കണ്ട് ആ ചെക്കൻ തല കറങ്ങി ബോധം കെട്ട് അവിടെ തന്നെ അങ്ങ് വീണു. അവൻ വീണു കഴിഞ്ഞപ്പോ പല്ലവിയും മാനസിയും ഓടിയങ്ങ് പോയി. കുറച്ചേരം കഴിഞ്ഞപ്പോ ചെറുക്കന് ബോധം വന്നപ്പോ അവൻ പറഞ്ഞു, അല്ല, നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ ആൾക്കാർ തന്നെയാണോ? എനിക്ക് എന്തു പറ്റി? അതായത്, ഞങ്ങൾ രണ്ടുപേരും 2 ഇരട്ട സഹോദരികളാണ് ഞങ്ങൾ. ഞാൻ നിങ്ങളിൽ ആരെയാണ് പ്രണയിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഭഗവാനെ, കുഴപ്പത്തിലായല്ലോ. ഞാൻ കരുതിയത് നിങ്ങൾക്ക് എന്നെയാണ് ഇഷ്ടമെന്ന്. ഞാൻ കരുതിയത് എന്നോടായിരിക്കുമെന്ന്. അല്ല, എല്ലാം മൊത്തത്തിൽ കുഴപ്പമായല്ലോ. ഞാൻ സത്യം പറയാം, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു. അല്ല, ഇതെങ്ങനെ നടക്കാനാണ്? അല്ല, ഞാനിനിപ്പോ എന്താ ചെയ്യാ? പല്ലവിയും മാനസിക്കും കവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കവിക്കും അങ്ങനെ തന്നെയായിരുന്നു രണ്ടുപേരെ ഇഷ്ടം. കവി അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു, രണ്ടുപേരെ ഒരുമിച്ചങ്ങ് കല്യാണം കഴിക്കാമെന്ന്. സഹോദരികൾക്കും അത് സമ്മതമായിരുന്നു. പക്ഷെ കവിയുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കുറച്ച് വരുമാനം കൊണ്ട് എങ്ങനെ കുടുംബം നടത്തും? കവിയാണെങ്കിൽ അമ്മയുടെ കൂടെ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത്. എന്തൊക്കെയോ പറഞ്ഞ് എങ്ങനെയൊക്കെയോ കല്യാണത്തിന് അമ്മയിൽ നിന്ന് സമ്മതം മേടിക്കുകയും ചെയ്തു. എന്നിട്ട് കല്യാണത്തിന് ശേഷം വാതിലിൽ ഒരു കലശമേ വെക്കാൻ പാടുകയുള്ളൂ. പക്ഷെ 2 മരുമക്കളുള്ളതുകൊണ്ട് നിങ്ങൾ 2 പേർക്ക് 2 കലശം വെച്ചിട്ടുണ്ട്. വരുമക്കളെ ഗൃഹപ്രവേശം ചെയ്യൂ. പല്ലവിയും മാനസിയും ആ കലശം തട്ടാൻ പോയപ്പോ അവിടെ വീടിന്റെ മുതലാളി വന്ന് അവരോട് പറഞ്ഞു, ദേ നോക്ക് കമല, ഞാൻ ഇതിന് അനുവദിക്കില്ല. നമ്മുടെ ആചാരമനുസരിച്ച് രണ്ടുപേരും അകത്തേക്ക് വരണം. അതെ ലാല, പക്ഷെ മോന്റെ കല്യാണം നടക്കുമല്ലോ എന്നെങ്കിലും. ശരി, പക്ഷേ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുകയല്ലേ? ദേ നോക്ക്, നിനക്ക് ഞാൻ ആലോചിക്കാൻ കുറച്ച് സമയം തരാം. നിങ്ങൾ 4 പേരും ഇവിടുന്ന് പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് സ്ഥലം വിട്ടോ, മനസ്സിലായോ? എന്റെ വീട്ടിൽ ഞാൻ ഇതിന് അനുവദിക്കില്ല. വീടിന്റെ മുതലാളി ലാലു ഭയങ്കര സാധനമായിരുന്നു. അമ്മയും മോനും ഒരുപാട് കെഞ്ചി നോക്കി, പക്ഷെ അയാൾ സമ്മതിച്ചില്ല. ഇത് കാരണം പല്ലവിയും മാനസിയുടെ ഗൃഹപ്രവേശം വൈകിക്കൊണ്ടേയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് 4 പേരും കൂടെ വാടകയ്ക്ക് വേറൊരു വീടെടുത്ത്. പിന്നീട് ആ ലാല എന്ത് സാധനമാ, എന്ത് ബുദ്ധിമുട്ടിച്ചോ അല്ലേ നമ്മളെ. എന്തോ കൊറേ നേരമായി ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്താ നീ ആലോചിച്ച് കൂട്ടുന്നത്? നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. നമ്മൾ രണ്ടുപേരും അതിൽ ഗൃഹപ്രവേശം ചെയ്യണം. അതാ. ഇതെന്താ നീ പറയണേ? സ്വന്തം വീടോ? ഒരുമിച്ച് ചെയ്യാനേ. ഇത് പൂരിയോ ഹൽവയോ ഒന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല. ആഹാ, നല്ല ഐഡിയ ആണല്ലോ നീ തന്നത്. ഇനി നമ്മൾ ഹലുവയും പൂരിയും ഉരുളക്കിഴങ്ങും ഉണ്ടാക്കിയിട്ട് തന്നെ വീടുണ്ടാക്കും. അതും ഒത്തുചേർന്ന് തന്നെ. മാനസി പറഞ്ഞത് പല്ലവിക്കും ഇഷ്ടമായി. 2 പേരും അമ്മയോടും ഭർത്താവിനോടും കാര്യം പറഞ്ഞു. കവിയാണെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യും.
അവിടെ പല്ലവിയും മാനസിയും ഒത്തുചേർന്ന് പൂരി, ഉരുളക്കിഴങ്ങ് കറി, ഹൽവയൊക്കെ വിൽക്കാൻ തുടങ്ങി. അവരുടെ കൈപുണ്യം നാട്ടുകാർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഉപഭോക്താക്കൾ 1-ൽ നിന്നും 2, 2-ൽ നിന്നും 10ആയി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം, വരൂ മക്കളെ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഗൃഹപ്രവേശം. വാ, ഗൃഹപ്രവേശം ചെയ്യ്. രണ്ടുപേരും കഷ്ടപ്പെട്ട് സ്വന്തം വീടുണ്ടാക്കി. രണ്ടുപേരും ഐശ്വര്യത്തോടെ ആ വീട്ടിൽ ഗൃഹപ്രവേശം ചെയ്തു. അങ്ങനെ ആനന്ദ കണ്ണീർ എല്ലാവരുടെ കണ്ണിലുണ്ടായിരുന്നു, പ്രത്യേകിച്ചും കവിയുടെ കണ്ണിൽ. അവനെടുത്ത തീരുമാനം അത് തെറ്റിയില്ലല്ലോ എന്നോർത്ത്. പാറു, ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി മോളെ. നീ ഈ റൊട്ടി മാത്രം ഉണ്ടാക്ക്, ഞാൻ പാത്രം കഴുകിക്കോളാം. ആ അമ്മേ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ചേച്ചിനെ എഴുന്നേൽപ്പിക്കൂ, അല്ലെങ്കിൽ കോളേജിൽ പോകാൻ ലേറ്റാകും. എന്ത്? ആ മഹാറാണി ഇനി ഉറങ്ങുന്നോ? അയ്യോ ദൈവമേ, ഈ പെണ്ണിനെയൊക്കെ. മോനാ, മോനാ, എഴുന്നേക്കുന്നോ? അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം ഒഴിക്കട്ടെ? അയ്യോ അമ്മ, എഴുന്നേക്കാം. എന്തിനാ ബഹളം വെക്കുന്നേ? ബഹളം വെച്ചില്ലെങ്കിൽ നീ എങ്ങനെ എഴുന്നേൽക്കാനാ? വേഗം എഴുന്നേക്ക്, പോയി ചപ്പാത്തി ഉണ്ടാക്കുപോ. എന്ത് ചപ്പാത്തിയോ? ഞാനെന്തിനുണ്ടാക്കണം? പാറു എവിടെ? അവൾ പാത്രം കഴുക. എന്താ, നിനക്ക് റൊട്ടി ഉണ്ടാക്കാൻ വയ്യേ? കുറച്ചെങ്കിലും നാണിക്ക്, അവൾ നിന്റെ കൂടെ പിറന്ന അനിയത്തിയല്ലേ. പക്ഷെ നിന്നേക്കാൾ അവൾ പണിയെടുക്കുന്നു. എന്തെന്നാൽ അവൾക്ക് അതേ അറിയുള്ളൂ, അതുകൊണ്ട് എപ്പോഴും അത് ചെയ്യുന്നു. അതല്ലാതെ അവൾക്ക് വേറെ എന്തെങ്കിലും പണി അറിയുമോ? അമ്മേ, അത് അവൾ ചെയ്യട്ടെ. എനിക്ക് കോളേജിൽ ടൈം ആകുന്നു, എനിക്ക് പോണം. നിങ്ങൾ ചെന്ന് പാറുവിനോട് പറ, എനിക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ പറ. പക്ഷേ അതെങ്ങനെ മോളെ, നീ ഒന്ന് നിക്ക്. പക്ഷെ മോനിക്ക അമ്മ പറയുന്നത് കേൾക്കാതെ അവിടുന്ന് പോയി. ശരിക്കും നോക്കിയ മോനിക്ക പാറുവിനേക്കാൾ വലിയവളാണ്. പക്ഷേ നല്ല ശീലങ്ങൾ മനസ്സിലാക്കുന്നത് അതിൽ പാറു മോനിക്കയേക്കാൾ വലിയവൾ. അവൾ സത്യത്തിൽ നല്ല കുട്ടിയുമാണ്. പക്ഷെ മോനിക്ക ആദ്യം മുതലേ ഇങ്ങനത്തെ പെൺകുട്ടിയായിരുന്നു. ആദ്യം ഒരു മോഡേണായ ജീവിതം ജീവിക്കാനാണ് അവളുടെ ആഗ്രഹം. പക്ഷെ അവൾക്ക് പാറുവിനെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല. ഹേയ്, എന്ത് ഡ്രസ്സാണിത്? കോളേജിൽ ഇങ്ങനെയാണോ വരുന്നത്? അതും എന്റെ ഒപ്പം. എന്താ ചേച്ചി, ഇതിലെന്താ? എന്റെ പുതിയ ഡ്രസ്സാണിത്. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അമ്മ ഇത് കണ്ട ഒരുപാട് ദേഷ്യപ്പെടും. ചു, നിനക്ക് എങ്ങനെ അറിയും ഇപ്പോഴത്തെ ഫാഷനൊക്കെ? ഒരു കാര്യം ചെയ്യേ, നീ ഒറ്റയ്ക്ക് കോളേജിൽ പോ, ഞാൻ എന്റെ ഫ്രണ്ട്സിനൊപ്പം വന്നോളാം. മോനിക്ക അങ്ങനെ പറഞ്ഞത് കേട്ട് പാറു ഒരുപാട് വിഷമിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവളെ ഒന്നും പറയാറില്ല. ആ 2 പെൺകുട്ടികളും അച്ഛനെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവരുടെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ദിവസം, ആഹാ, നിങ്ങളോ? വരൂ, സുഖാണോ? ഇരിക്കൂ, ഇവിടെ നോക്കുമോളി പാറു. നിന്റെ ചെറിയച്ഛനെ കുറിച്ച് വെള്ളം കൊണ്ടുവാ. പറയൂ, ഇത്തവണ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന പോലുണ്ടല്ലോ. അതെ, ഞാൻ കുറച്ച് ബിസിയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് കാണാത്തത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിലല്ലേ പോകുന്നത്? ആ, എല്ലാം നന്നായി പോകുന്നു. നിങ്ങളുടെ പാറു ഇത്തവണ കോളേജിൽ തന്നെ ടോപ്പാണ്. ആഹാ, അത് നല്ല വാർത്തയാണല്ലോ. കൊള്ളാമല്ലോ. എനിക്കറിയാമായിരുന്നു ഒരു ദിവസം പാറു എല്ലാം നേടിയെടുക്കുമെന്ന്. പിന്നെ നമ്മുടെ മോനെയോ? അവളെപ്പറ്റി പ്രത്യേകിച്ച് പറയാൻ എന്താ ഉള്ളത്? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അയ്യോ, വിഷമിക്കണ്ട. മോനാ നന്നായിക്കോളുമെന്നേ. പിന്നെ സരളെ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എനിക്ക് മുംബൈയിൽ ഒരു ചങ്ങാതിയുണ്ടല്ലോ, നമ്മുടെ രാംനാഥ്. ആ, സോനിയുടെ കല്യാണത്തിൽ കണ്ടതല്ലേ? അവരുടെ മകൻ ഡോക്ടർ എന്ന്. ആ പയ്യന്റെ പേര്? അൻകിത്. ആ പയ്യൻ തന്നെയാ. ഇന്നലെ രാംനാഥ് എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പെണ്ണ് കാണാനായി വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ പെണ്ണ് കണ്ട് അവർ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുവാണ്. സരള അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് മോനിക്ക വെള്ളമെടുത്ത് അവിടേക്ക് വന്നു. അനികേതന് അവൾക്ക് നന്നായി അറിയാം. അവൾ കണ്ണടച്ച് ഈ ബന്ധം അവൾക്ക് വന്നതാണെന്ന് അവൾ കരുതി. ചെറിയച്ച, നിങ്ങൾ ആ മുംബൈയിൽ ഒരു വീടുണ്ട്, ആ ഡൽഹിയിൽ ഒരു വീടുണ്ട്, അവരെക്കുറിച്ചല്ലേ പറയുന്നേ? ആ അതെ മോളെ, രാംനാഥിന്റെ മകനില്ലേ അൻകീത്, അവന് പാറുവിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായത്രേ. രാംനാഥിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പാറുവിനെ ഒരുപാട് ഇഷ്ടമായി. സരളെ, അവർ നല്ല ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് സമ്പത്തുമുണ്ട്. എന്നാൽ അതിൽ പൊങ്ങച്ചമടിച്ച് നടക്കുന്നവരൊന്നുമല്ല. പാറുവിനെ അവർ സ്വന്തം മകളെപ്പോലെ നോക്കും. ചെറിയച്ച ഇല്ല, അവരോട് പറ്റില്ലെന്ന് പറഞ്ഞേക്ക്. പാറു എന്നേക്കാൾ ചെറിയവൾ. എനിക്ക് മുൻപ് അവൾക്ക് എങ്ങനെ കല്യാണം കഴിയും? നടക്കാതെന്താ? ഇത്രയും നല്ല ബന്ധം, അതും അടുത്തുനിന്ന് വന്നിരിക്കുന്നു. ഇവിടെ നോക്കൂ, നിങ്ങൾ ആ ബന്ധത്തിന് ഓക്കെ പറഞ്ഞേക്കൂ. ഇതിൽ ചെറിയവൾ വലിയവൾ എന്നൊന്നുമില്ല. പാറുവിന്റെ കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ ഇവൾക്ക് വേണ്ടിയും ഒരു നല്ല ബന്ധം തേടിപ്പിടിക്കാം. മോനിക്ക അമ്മയെ എതിർത്ത് സംസാരിക്കാനാകില്ല. പക്ഷേ അവർ പറഞ്ഞ കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ആ ബന്ധം വേർപെടുത്താൻ എത്രയോ ശ്രമിച്ചു. പക്ഷെ അവൾ എത്ര ശ്രമിച്ചാലും ആ ബന്ധം തകർക്കാനായില്ല. പാറുവിന്റെ കല്യാണത്തിന് മുൻപേ മോനിക്കയുടെ കല്യാണം നിശ്ചയമായി. ആ കുടുംബം വളരെ നല്ല കുടുംബം. പണത്തിൽ ഒരു കുറവുമില്ല. പക്ഷെ ചോദ്യം എന്തെന്നാൽ മോനിക്കയുടെ അമ്മായച്ചന്റെ വീട് അടുത്തുള്ള ഗ്രാമത്തിലായിരുന്നു.
സരള മോനിക്കയ്ക്ക് വേണ്ടി സിറ്റിയിലും ഒരു ബന്ധം അന്വേഷിച്ചു. പക്ഷേ അവൾക്കൊന്നും ശരിയായില്ല. വേറെ വഴിയില്ലാതെ മോനിക്ക ആ വില്ലേജ് കല്യാണത്തിന് സമ്മതിച്ചു. രണ്ടുപേരുടെ കല്യാണവും നന്നായി നടന്നു കഴിഞ്ഞു. മോനിക, നിനക്ക് എന്നെ ഇഷ്ടമാകുന്നില്ലെങ്കിൽ, ഈ വീട് ഇഷ്ടമാകുന്നില്ലെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? തെറ്റുപറ്റി. നിന്നെ കല്യാണം കഴിക്കുന്നതിന് ഭേദം കന്യകയെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. നിന്റെ ചിന്തകൾ മാറ്റാം. നിന്നെ സിറ്റിയിൽ കൊണ്ടുപോകാമെന്ന് കരുതി. പക്ഷേ നിനക്ക് ഈ ഗ്രാമത്തിൽ തന്നെ നിന്റെ ജീവിതം നശിപ്പിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ നിങ്ങളെപ്പോലെ എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതും കേൾക്ക്. ഇവിടെ എന്റെ അച്ഛനെയും അമ്മയും വിട്ടിട്ട് ഞാൻ സിറ്റിയിലേക്കൊന്നും വരുന്നില്ല, എന്ത് സംഭവിച്ചാലും. ശരി, അപ്പൊ ഇവിടെ ഇരുന്നോളൂ, ഞാൻ പോകുന്നു. കല്യാണം കഴിഞ്ഞ 2 മാസം പോലും ആ വീട്ടിലിരുന്നില്ല മോനിക്ക. ദേഷ്യപ്പെട്ട് അവിടുന്ന് അവൾ അവളുടെ വീട്ടിൽ വന്നു. സരള ഇത്ര മനസ്സിലാക്കി കൊടുത്തും അവളത് കേട്ടതേയില്ല. അപ്പോ ഒരു ദിവസം, അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങൾ മുത്തശ്ശിയാകാൻ പോകുന്നു. ആഹാ, അതെയോ മോളെ? എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഒന്ന് മരുമകനോട് സംസാരിപ്പിക്കും മോളെ. അമ്മ, അദ്ദേഹം അച്ഛനമ്മയെ ഡൽഹിയിലാക്കാൻ പോയിരിക്കാ. അവിടെ എന്തോ പ്രധാന ജോലിയുണ്ടെന്ന്. അച്ഛനമ്മ കുറച്ചു ദിവസം അവിടെയാ. അതെയോ? അപ്പൊ അത്ര ദിവസം നീ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്? ഇല്ലമ്മേ, 2-3 ദിവസത്തിൽ അദ്ദേഹം വരും. ഇല്ല മോളെ, മരുമകൻ എന്തായാലും കുറച്ചു ദിവസം നിൽക്കുമെന്ന് തോന്നുന്നു. നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മോനെ കുറച്ചു ദിവസം അയക്കട്ടെ. അവൾ എപ്പോ നോക്കിയാലും ഫോണ് തന്നെ നോക്കുന്നു. ഞാൻ പറയുന്നതേ കേൾക്കുന്നില്ല. അവിടെയാണെങ്കിൽ അവൾ നല്ലതും പഠിക്കും. നിന്നെയും അവൾ നന്നായി നോക്കും. ശരി മേ, നിങ്ങൾ ചേച്ചി അയക്കൂ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. മോനിക പാറുവിന്റെ അടുത്ത് സന്തോഷത്തോടെയാണ് വന്നത്. എന്തെന്നാൽ അവൾക്കും ആ ലൈഫല്ലേ വേണ്ടത്. പക്ഷെ അവിടെ ചെന്ന് പാറുവിനെ നോക്കുന്നത് വിട്ട് അവൾ അവളുടെ ലോകത്ത് ജീവിക്കാൻ തുടങ്ങി. അനികേത്, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഇന്ന് ക്ലിനിക്കിലേക്ക് പോകണ്ട. ഞാൻ മുംബൈയിലേക്ക് വന്നതല്ലേ. എന്നെ കൂട്ടിക്കൊണ്ട് പുറത്ത് ചുറ്റിക്കാണിക്കൂ. ഏട്ടത്തി, നമുക്ക് പോകാം. ഈ ആഴ്ച ഒന്ന് ക്ഷമിക്കൂ. പാറുവിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വരാൻ പോകുക. എന്നിട്ട് 3 പേർക്കും പോകാം. എന്ത്? അവളോ? അവളെങ്ങനെ വരും? അവൾ വന്നാ നമ്മൾ ഓരോ നിമിഷവും അവളെ നോക്കണം. പിന്നെ നമ്മളെങ്ങനെ ചുറ്റിക്കാണും? അവൾ വീട്ടിൽ വിശ്രമിക്കട്ടെ, നമുക്ക് പോകാം. അനികേത് മോനിക്കയുടെ ഒരു മറുപടിയും പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അനികേത് പോയതിനു ശേഷം പാറു പറഞ്ഞു, ചേച്ചി, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അതെന്തെന്നാൽ ഞാനില്ലാതെ അദ്ദേഹം എവിടേക്കും പുറത്തു പോകില്ല, അതാ. ഓഹോ, അപ്പൊ നീ അദ്ദേഹത്തെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടോ? ശരി, സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടോളാം. മോനിക പാറുവിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അവൾ അവളെ ഒരുപാട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാത്തിനും വാശി പിടിച്ചുകൊണ്ടിരുന്നു. ചേച്ചി, ഈ ഡ്രസ് ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? എന്ത് പറ്റി? നിന്റെ അലമാരയിൽ കണ്ടതാ. ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തിട്ടു. എന്താ അതിനധികാരം എനിക്കില്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോ പറ, ഞാനത് മാറ്റിയേക്കാം. ഇല്ലല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇട്ടോളൂ. പക്ഷേ അദ്ദേഹത്തിനു മുൻപിൽ ഇത് ഇടാൻ ശ്രമിക്കണ്ട. അദ്ദേഹം തെറ്റിദ്ധരിക്കും. അപ്പം ഞാനിത് ഊരി വെച്ചേക്കാം. എനിക്കിത് കുറച്ച് ടൈറ്റുമാണ്. നീ ഒരു കാര്യം ചെയ്. അനികേതനോട് പറഞ്ഞ് ഈ ഡ്രസ്സ് എന്റെ സൈസിലൊന്ന് വാങ്ങാൻ പറ. നിന്നേക്കാൾ ഒരു സൈസ് കൂടുതൽ മതി. മോനിക മെല്ലെ മെല്ലെ പാറുവിന്റെ വീട് സ്വന്തം വീടാണെന്ന് കരുതി. അവിടെയുള്ള ഓരോ സാധനവും അവളുടെ സ്വന്തമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവൾക്ക് വേണ്ടി എന്ത് ചെയ്തും പാറുവിനെ അവൾ നന്നായി നോക്കിയില്ല. അവളെ സന്തോഷവും പെടുത്തിയില്ല. പാറു, ഇവിടെ നോക്ക്, നിനക്ക് കൊണ്ടുവന്നത് എന്താണെന്ന്. വാവ്, ഇത് ഡയമണ്ട് അല്ലേ? പക്ഷെ എന്തിനാ ഇത്? എന്റെ അടുത്ത് ആദ്യമേ ഒരുപാട് ജ്വല്ലറി ഉണ്ടല്ലോ. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും നിനക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. നിനക്ക് അറിയില്ലേ, ഇത് വെറും ഡയമണ്ട് ആണ്. എന്നാൽ നീ കുറച്ചു നാളുകൾക്കുള്ളിൽ ഇതിനേക്കാൾ വലിയ ഗിഫ്റ്റ് തരാൻ പോകുക. ആ കുഞ്ഞിനു മുൻപിൽ ഇതൊക്കെ എന്ത്? പാറു അനികേത് 2 പേരും കെട്ടിപ്പിടിച്ചു. അടുത്തിരുന്ന് ഇത് കണ്ട മോനിക ഒരുപാട് അസൂയപ്പെട്ടുകൊണ്ടിരുന്നു. ആ നിമിഷം തന്നെ അവൾ തീരുമാനിച്ചിരുന്നു എന്ത് ചെയ്യണമെന്ന്. മോനിക പാറുവിന്റെ ഒരുപാട് ആഭരണം മോഷ്ടിച്ചു. അത് കഴിഞ്ഞ് ആരും അറിയാതെ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. അപ്പോ പെട്ടെന്ന് വാതിലിൽ അവളുടെ കാലിടിച്ച് അവൾ വളരെ വേഗത്തിൽ അവിടെ വീണു. അവളുടെ ആ ബഹളം കേട്ട് പാറു അനികേത് 2 പേരും എഴുന്നേറ്റു. ഉടനെ അവർ താഴെ വന്നു. അവൾ താഴെ വീണ വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു അവൾ താഴെ വീണതും ആ ആഭരണവും താഴെ വീണു എന്ന്. ചേച്ചി, എന്തുപറ്റി? എഴുന്നേക്ക് വാ എന്റെ ഒപ്പം. പാറു അനികേത് 2 പേരും താഴെ വീണ് മോനിക്കയോടൊപ്പം ആ ആഭരണവും കണ്ടു. അത് കണ്ടതും അവർക്ക് മനസ്സിലായി. എന്നാലും ആ സമയത്ത് അവർ 2 പേരും മോനിക്കയോടൊന്നും ചോദിച്ചില്ല. ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി ചികിത്സ ചെയ്ത് പിന്നെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം, ചേച്ചി, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. പാറു, ഒരു നിമിഷം, എനിക്ക് നിന്നോട് സംസാരിക്കണം. ആ ആഭരണങ്ങളെല്ലാം. ചേച്ചി മിണ്ടാതിരിക്കൂ, നമുക്കതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. ഇല്ല പാറു, എന്നെ പറയാൻ സമ്മതിക്ക്, അല്ലെങ്കിൽ വീണ്ടും പറയാൻ എനിക്ക് ധൈര്യം വരുമോ എന്തോ. എന്നോട് ക്ഷമിക്ക് പാറു. എപ്പോഴും നിന്നെ എന്നേക്കാൾ താഴെയാണെന്നാ കരുതിയത്. പക്ഷെ എനിക്ക് മുകളിൽ നിനക്ക് നന്നായി കല്യാണം കഴിയുമ്പോൾ എന്നെക്കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മാത്രം എന്തു ചെയ്യും?
എനിക്ക് ഗ്രാമത്തിലെ ജീവിതം ജീവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് നിന്നെപ്പോലെ സിറ്റിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ജീവിതം വേണം. ഇല്ല ചേച്ചി, നിങ്ങളുടെ ചിന്ത തന്നെ തെറ്റാണ്. ഗ്രാമമോ അത് സിറ്റിയോ നമ്മുടെ കുടുംബമാണ് നമുക്ക് വലുത്. നമ്മൾ എവിടെ ജീവിക്കുന്നു എന്നതിലല്ല കാര്യം, നമ്മൾ അവരോടൊപ്പം എങ്ങനെ ജീവിക്കുന്നു എന്ന കാര്യം. നമ്മുടെ സാഹചര്യം എപ്പോ വേണമെങ്കിലും മാറാം, പക്ഷേ നമ്മുടെ ചിന്ത മാത്രം എപ്പോഴും ഒരേപോലെ വേണം. മോനിക്കയ്ക്ക് പാറു പറഞ്ഞത് നന്നായി മനസ്സിലായി. അവളെന്ന ആദ്യമായി തന്നെ അവൾ അവളുടെ അനിയത്തിയെ ഒരു അനിയത്തിയായി തന്നെ കണ്ടു. അത് കഴിഞ്ഞെല്ലാം ശരിയായി. പാറു മനസ്സിലാക്കിയതിനു ശേഷം മോനിക്ക അവളുടെ ഭർത്താവിനൊപ്പം പോയി. തകർന്നുപോയ ബന്ധം വീണ്ടും അവൾ തന്നെ ഒട്ടിച്ചു. Thanks for watching.